ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇപ്പം ഒരാളുടെ കയ്യിൽ വളരെ കുറവ് പൈസയുള്ളൂ. അപ്പം നമ്മൾ ആ ആളോട് പറയാണ്, നിങ്ങളുള്ള പൈസയ്ക്ക് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, എപ്പോഴും ആ പൈസയോട് നന്ദി പറയണം എന്നൊക്കെ പറയുമ്പം ചിലപ്പം അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. എൻ്റെ കയ്യിൽ വളരെ കുറച്ച് പൈസയല്ലേ ഉള്ളൂ, ഞാൻ എന്തിനാണ് ആ പൈസയോട് താങ്ക് യു പറയാൻ എന്നൊക്കെ ഒരു ചിന്തയുണ്ടാവാം. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ എപ്പോഴാണോ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് നന്ദി പറയാൻ തുടങ്ങുന്നത്, അതുവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള പൈസകൾ നമുക്ക് നോ കോസ്റ്റ്, അതായത് നമ്മുടെ കയ്യിൽ നമ്മളല്ല ഒന്നിനും പൈസ മുടക്കിയത്, എല്ലാം നമ്മുടെ പേരൻസ് ആയിരുന്നു അല്ലേ ചെറുപ്പകാലത്തിൽ. അതായത് നമുക്ക് സ്കൂളിൽ പോകാൻ സ്കൂൾ ബാഗ് വാങ്ങിച്ചു തരുന്നതും, നമുക്ക് ടോയ്സ്, നമുക്ക് സ്കൂളിൽ പോകാനുള്ള ബസ്സിനുള്ള പൈസ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എത്രയോ വർഷങ്ങൾ നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടി അതിനുള്ള പൈസ, അങ്ങനെ എല്ലാം എണ്ണിയാ തീരാത്ത അത്ര കാര്യങ്ങൾ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കാതെ നമ്മുടെ പേരൻസ് പൈസ മുടക്കുന്നുണ്ട്. അതായത് നമ്മളിലേക്കൊരു ഫ്ലോ, പൈസയുടെ ഒരു ഫ്ലോ നമ്മുടെ ബാല്യകാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ വളർന്നപ്പോൾ നമുക്ക് പൈസയോടുള്ള ചിന്തകൾ മാറി, ആറ്റിറ്റ്യൂഡുകൾ മാറി. അങ്ങനെ വന്നപ്പം ചില ആൾക്കാരിൽ പൈസയുടെ ഫ്ലോ കുറയുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുകയോ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ പൈസ നമ്മളിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണിത്. നിങ്ങൾക്കൊരു പേപ്പർ എടുക്കാം. അപ്പം അതിൽ ഞാൻ ഈ പറയാൻ പോകുന്ന സെൻറ്റൻസ് എഴുതാം. എന്നിട്ട് നമുക്ക് എത്ര തവണ നമ്മുടെ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ വാലറ്റിലോ നമുക്കത് സൂക്ഷിക്കാം. എന്നിട്ട് എത്ര തവണ നമുക്കത് വായിക്കാൻ സാധിക്കുമോ അത്രയും തവണ വായിക്കാം. അപ്പം നമ്മളിലേക്ക് കൂടുതൽ സൗഭാഗ്യങ്ങളും കൂടുതൽ പൈസയും ഒഴുകുകയും നമ്മുടെ ആ ഒരു മണി ബ്ലോക്കൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും. അതായത് ഇതാണ് ആ ഒരു സെൻറ്റൻസ്, ഇതൊരു അഫോർമേഷനാണ്, നമുക്കത് ഉപയോഗിക്കാം. Thank you for all the money I have been given throughout my life. അതായത് എൻ്റെ ജീവിതത്തിലുടനീളം ലഭിച്ച എല്ലാ സമ്പാദ്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് മാക്സിമം എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ ഉടനീളം ലഭിച്ച എല്ലാ സമ്പാദ്യത്തിനും ഞാൻ നന്ദി പറയുന്നു. അപ്പം ഇത് എത്ര തവണ വേണമെങ്കിലും പറയാട്ടോ, അത് അത്രയും നല്ലതായിരിക്കും. നിങ്ങളിലേക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും പൈസയും ഒക്കെ നിങ്ങളിലേക്ക് നേടിയെത്തും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് പൈസ ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പൈസയെ കംപ്ലൈൻ്റ് ആയിട്ട് പറയല്ലേ, പൈസ ഇല്ല ഇത് നമ്മൾ കംപ്ലൈൻ്റ് ആയിട്ട് പറയും. അത് ഒരിക്കലും അങ്ങനെ പറയല്ലേ. അങ്ങനെ പറയുമ്പോൾ വീണ്ടും നമ്മളിലേക്കുള്ള ഒരു പൈസയുടെ ഫ്ലോ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് ഇന്നോട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എനിക്കൊരു പ്രോമിസ് തരണം. അതായത് നിങ്ങൾക്ക് എപ്പോഴൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് പൈസ വരുന്നു, അത് ചിലപ്പോൾ അത് സാലറി ആയിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കാം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് എല്ലാവർക്കും പൈസ കിട്ടും. നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും നിങ്ങളിലേക്ക് ആ പൈസ എത്തുമ്പോൾ നിങ്ങൾ അതിന് താങ്ക് യു പറഞ്ഞു തരാം. എപ്പോഴും താങ്ക് യു അത് പറഞ്ഞ് ശീലിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മണി ബേസ് ആയിട്ട് മിറാക്കിൾസ് തന്നെ സംഭവിക്കും. അപ്പോൾ താങ്ക് യു.